നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായി ഫെഡ്ബുക്ക് സെൽഫി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫെഡ്ബുക്ക് സെൽഫി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫെഡ്ബുക്ക് സെൽഫി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇങ്ങനെയായിരിക്കും പ്ലേ സ്റ്റോറിൽ കാണുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 14.21 MB ആണ് ഫയൽ സൈസ് വരുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് ഫെഡറൽ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന റെഫറൽ കോഡ് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതേപടി എടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്, ഇല്ല എങ്കിലും പ്രശ്നമില്ല. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു SMS, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ആവാൻ സെൻഡ് SMS എന്ന് പറയുന്ന താഴെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ഫോൺ ബാലൻസ് വേണം, നമ്മുടെ മൊബൈലിൽ ബാലൻസ് വേണം. അത് ഉപയോഗിച്ച് ഒരു SMS നമ്മുടെ ഫെഡറൽ ബാങ്കിലേക്ക് പോകുന്നതായിരിക്കും, നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളവിടെ SMS എന്ന് പറയുന്നതിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഉടൻ തന്നെ ഫെഡറൽ ബാങ്കിലേക്ക് ഒരു SMS പോവുകയും അവിടെ നിന്നും ഒരു റീപ്ലൈ, അതായത് ഒരു ഒറ്റത്തവണ പാസ്വേഡ്, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ് നമുക്ക് അവർ അയച്ചു തരികയും ചെയ്യും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫെഡറൽ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫെഡ്ബുക്ക് സെൽഫി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വൺ ടൈം പാസ്വേഡ് എൻ്റർ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നമുക്കപ്പോൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫോണിലെ മെസ്സേജ് ഓപ്ഷൻ നോക്കാം. മെസ്സേജിൽ വന്നിട്ടുണ്ടാവും ഒരു ഒറ്റത്തവണ പാസ്വേഡ്, വൺ ടൈം പാസ്വേഡ്. നമുക്ക് ആ പാസ്വേഡ് അതേപടി എടുത്ത്, ആ അക്കമുള്ള പാസ്വേഡ് നമ്മൾ അതേപടി ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. 6 അക്കമല്ല 4 അക്കമുള്ള പാസ്വേഡ് നമ്മൾ അതേപടി എടുത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. ഇനി മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ റീസെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെഡ്ബുക്ക് സെൽഫി എന്നതിൽ ഒരു MPIN, അതായത് മൊബൈൽ പിൻ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അത് നമുക്കിഷ്ടമുള്ള 6 അക്കമായിരിക്കണം. അതേപടി തൊട്ട് താഴെയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫെഡ്ബുക്ക് സെൽഫി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ പാസ്ബുക്കായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇതിൽ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും വളരെ വ്യക്തമായും വിശദമായും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രാഫായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസത്തെ ചിലവ്, അതായത് നമ്മുടെ ഫെഡറൽ ബാങ്കിൽ ഉപയോഗിച്ച ചിലവുകൾ നമുക്ക് കാണാൻ സാധിക്കും ഗ്രാഫായിട്ട്. ഇനി മുകളിലായി ആൾ അക്കൗണ്ട്സ്, അതിന് തൊട്ട് താഴെയുള്ള ഇൻകം vs എക്സ്പെൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം അനുസരിച്ച്, നമ്മുടെ ബാങ്കിലെ ബാലൻസ് അനുസരിച്ച് നമുക്ക് എക്സ്പെൻസ്, അതായത് നമ്മുടെ വരവ് ചിലവുകൾ നമുക്ക് എഴുതി വയ്ക്കാൻ ഈ ആപ്ലിക്കേഷൻ ഒരു സംവിധാനമുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരവ് ചിലവുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെയധികം സാധിക്കും. ഒരു ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുവാൻ സാധിക്കും. ഈ ഫാമിലി ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഈ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ബഡ്ജറ്റ് നമ്മുടെ ഓരോ EMI അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവുകൾ അല്ലെങ്കിൽ ചാർജർ, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ് തുടങ്ങിയ എല്ലാ കാര്യത്തിനും നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ചിലവുകൾ നമ്മളിവിടെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് വളരെയധികം നമ്മുടെ ലിമിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നതായിരിക്കും.